രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ പരാതി വെൽ ക്രാഫ്റ്റഡ് എന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞത് വിവാദത്തിലായി. പരാതിയുടെ കാര്യത്തിൽ മുൻവിധി വേണ്ടെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞത് തന്നെ. ആ പരാതി ആസൂത്രിതമായിട്ടുള്ള വെൽ ഡ്രാഫ്റ്റഡ് പെറ്റീഷൻ എന്നാണ് ഞാൻ പറഞ്ഞത്. അതൊരു ലീഗൽ ബ്രെയിൻ അതിൻ്റെ അകത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. രാഷ്ട്രീയ പ്രേരിതമാണ് പരാതി. അങ്ങനെയും വിലയിരുത്താം. ആ പെൺകുട്ടി ഒരു വെൽ ഡ്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരു പരാതി കൊടുത്താലും ഒരു തെറ്റുമില്ല. വെൽ ഡ്രാഫ്റ്റഡ് ആയിട്ടുള്ള പരാതിയാണെന്ന് പറഞ്ഞാൽ അതൊരു ഒഫൻസ് ഒന്നും അല്ലല്ലോ. നമ്മൾ ഇത്തരം പരാതികൾ കൊടുക്കുമ്പോൾ നമ്മൾ മുൻവിധിയോടുകൂടി സംസാരിക്കരുത്. KPCC പ്രസിഡന്റിനെ പ്രതിപക്ഷ നേതാവ് തിരുത്തും മുമ്പ് തന്നെ CPIM രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി. കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഈ പറയുന്ന സ്ത്രീലമ്പടന്മാർ എന്താണ് കാട്ടിക്കൂട്ടുന്നത്? നിങ്ങൾ വന്ന തെളിവുകളും ഇതിന് ഇരയായ ആളുകൾ പ്രകടിപ്പിച്ച ആശങ്കകളും പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത് എന്താണ്? എന്തുകൊണ്ടാണ് അവർ തെളിവുമായിട്ട് മുന്നോട്ട് വരാൻ ഇതേവരെ തയ്യാറാകാതിരുന്നത്? ആ കാര്യങ്ങൾ നമ്മൾ ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണ്. വെറും ഭീഷണിയല്ല, നിങ്ങളെ കൊന്നു തള്ളും എന്നതാണ് ആ ഓരോരുത്തരോടും ഉയർത്തിയിട്ടുള്ള ഭീഷണി. അതുകൊണ്ട് നിസ്സഹായിയായ ഓരോ യുവതിയും ഇതുമായി ബന്ധപ്പെട്ട യഥാർത്ഥ വസ്തുതകൾ പുറത്തു പറയുന്നതിന് ഭയപ്പെടുകയാണ്. അതുമായി ബന്ധപ്പെട്ട് മറ്റ് നടപടികളിലേക്ക് പോയാൽ തൻ്റെ ജീവൻ അപകടത്തിലാകുമെന്നാണ് കണക്കാക്കുന്നത്. ഇത്തരമൊരവസ്ഥ എങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വരുന്നുവെന്നാണ് ആലോചിക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായ പ്രശ്നങ്ങളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നതെന്ന് കാണണം. ഇപ്പോൾ വന്നതിനേക്കാളും അപ്പുറത്തുള്ള കാര്യങ്ങളും ചിലപ്പോൾ വന്നേക്കാം എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ക്രിമിനൽ സംഘം, യഥാർത്ഥ ലൈംഗിക വൈകൃത കുറ്റവാളികൾ, അവർ നാടിന് മുന്നിൽ വന്ന് വെൽ ഡ്രാഫ്റ്റഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ അതൊന്നും പൊതുസമൂഹം അംഗീകരിക്കില്ല എന്നവർ കണ്ടോളണം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടി ശക്തമായ നിലപാടെടുത്തെന്നും തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുക ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണെന്നുമാണ് കോൺഗ്രസിന്റെ പ്രതിരോധം. ശ്രീജിത്ത് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. വിശദാംശങ്ങളുമായി ശ്രീജിത്ത്, ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട UDF കൺവീനറുടെ പരാമർശമായിരുന്നെങ്കിൽ ഇന്ന് KPCC പ്രസിഡന്റിന്റെ പരാമർശമാണ് വിവാദത്തിലാവുന്നത്. അതിനെ തിരുത്തി പരസ്യമായി തന്നെ പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തുന്നു. ഇന്ന് വെൽ ഡ്രാഫ്റ്റഡ് പരാതി എന്ന ആ പ്രയോഗം, അതിലെ തിരുത്ത് വിവാദമാകുന്നു, അത് ചർച്ചയാകുന്നു. LDF അടിക്കാനുള്ള വടി UDF തന്നെ വെട്ടിക്കൊടുക്കുകയാണോ? ഗോകുൽ സൂചിപ്പിച്ച പോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം നടിയെ ആക്രമിച്ച കേസിലെ പ്രതിയായിരുന്ന നടൻ ദിലീപിനെ പിന്തുണച്ചുകൊണ്ട് UDF കൺവീനർ അടൂർ പ്രകാശ് നടത്തിയ പ്രതികരണം വലിയ തോതിൽ വിവാദമായിരുന്നു. നാനാ കോണുകളിൽ നിന്ന് ആ അടൂർ പ്രകാശിന്റെ പ്രതികരണത്തിനെതിരെ ശക്തമായ വിമർശനമാണ് ഉയർന്നത്. ആ വിമർശനം മുന്നണിക്കും പാർട്ടിക്കും ഗുണം ചെയ്തു എന്ന വിലയിരുത്തലായിരുന്നു CPM ഉള്ളത്. അതുകൊണ്ടാണ് ഇന്ന് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം രാവിലെ തന്നെ പിണറായി വിജയൻ കോൺഗ്രസിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ച് മുന്നോട്ട് വന്നത്. ഇതുവരെ ഉപയോഗിക്കാത്ത സാധാരണ പദങ്ങൾക്കപ്പുറത്തേക്കുള്ള രൂക്ഷ വിമർശനവും രൂക്ഷമായ പ്രയോഗവുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത്. അതിന് കാരണം ഗോകുൽ സൂചിപ്പിച്ച പോലെ തന്നെ അതിനുള്ള വടി കോൺഗ്രസ് വെട്ടിക്കൊടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്നലെ കണ്ണൂരിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് നടത്തിയ പ്രതികരണമാണ് ഇടതുപക്ഷത്തിന്, LDFന്, CPMന്, മുഖ്യമന്ത്രിക്ക് എല്ലാവർക്കും ആയുധമായി മാറിയത്. അതായത് രണ്ടാമത്തെ അതിജീവിതം നൽകിയ പരാതിയിൽ ഒരു ലീഗൽ ബ്രെയിൻ പ്രവർത്തിച്ചിട്ടുണ്ട്, അതൊരു വെൽ ഡ്രാഫ്റ്റഡ് പരാതിയാണ് എന്നാണ് സണ്ണി ജോസഫ് പറഞ്ഞത്. ഇന്നലെ നടത്തിയ പ്രസ്താവന, ആ നിലപാടിൽ അദ്ദേഹം ഇന്ന് ഉറച്ചു നിന്നുള്ള പ്രതികരണം കൂടി നടത്തിയതോടെ അത് വലിയ വിവാദമായി മാറുകയാണോ, അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ തയ്യാറായാണ് CPMും മുഖ്യമന്ത്രിയും മുന്നോട്ട് വന്നത്. അതുകൊണ്ടാണ് രൂക്ഷമായ പ്രതികരണം മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായത്. എന്നാൽ കോൺഗ്രസിൽ നിന്ന് തന്നെ സണ്ണി ജോസഫിൻ്റെ പ്രതികരണത്തോടെ എതിർപ്പും തിരുത്തലും വന്നത് അദ്ദേഹത്തിന് ക്ഷീണമായി. KPCCയുടെ പ്രസിഡന്റിൻ്റെ പ്രസ്താവനയെ തിരുത്തിക്കൊണ്ട് രംഗത്ത് വന്നത് പ്രതിപക്ഷ നേതാവ് UDF ചെയർമാനുമായ VD സതീശനാണ്. പരാതി വൈകിയതിനോ അല്ലെങ്കിൽ പരാതിയുടെ പിന്നിൽ ഒരു ലീഗൽ ബ്രെയിൻ ഉണ്ടായതിനോ ഒന്നും തെറ്റു പറയാൻ കഴിയില്ല, അതൊരു ഒഫൻസായി കരുതാൻ കഴിയില്ല എന്നാണ് സതീശൻ ചൂണ്ടിക്കാണിച്ചത്. എന്തായാലും കോൺഗ്രസിനുള്ളിൽ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലുള്ള സമീപനത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഇപ്പോഴുമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിക്ക് പുറത്താണെങ്കിലും രാഹുലിനോടുള്ള സമീപനത്തിൽ ഇപ്പോഴും കോൺഗ്രസിനകത്ത് രണ്ട് ധ്രുവങ്ങളിലായി ആളുകൾ, നേതാക്കൾ നിൽപ്പുണ്ട് എന്ന കാര്യമാണ് ഇതിലൂടെയെല്ലാം വ്യക്തമായത്. ശരി ശ്രീജിത്ത്, ഏതായാലും പുറത്താക്കലിലൂടെ ക്ലോസ്ഡ് ചാപ്റ്റർ എന്ന് നേതാക്കന്മാർ പറഞ്ഞെങ്കിൽ പോലും ഇന്ന് ഈ വിധി ദിനത്തിലും
രണ്ടാം ഘട്ട വോട്ടെടുപ്പിന്റെ ദിനത്തിലും രാഹുൽ വിഷയം ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നേതാക്കളുടെ അഭിപ്രായ വ്യത്യാസം അത് പരസ്യമാകുന്നതാണ് ഇന്ന് കണ്ടത്. സ്വർണ്ണക്കൊള്ള വിഷയം അടക്കം പ്രധാന ചർച്ചയാക്കി അവിടേക്ക് ഗോൾ പോസ്റ്റ് വെക്കാൻ ശ്രമിക്കുമ്പോഴും സെൽഫ് ഗോൾ അടിക്കുകയാണ് നേതാക്കന്മാർ. വിഷയങ്ങൾ തങ്ങളുടെ നേർക്ക് തന്നെ തിരിച്ചു വെക്കുന്നു. നേതാക്കളുടെ അഭിപ്രായ വ്യത്യാസം പരസ്യമാവുകയാണ് കോൺഗ്രസിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.